കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളാണ് ഇപ്പോഴും കത്തി നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ മരണം അന്വേഷണ ഏജൻസികളുടെ സമ്മർദ്ദം മൂലമാണെന്നടക്കം വരുത്തി തീർക്കാൻ വലിയ തരത്തിലുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം? ആത്മഹത്യാ കുറിപ്പടക്കം പുറത്തു വന്ന സാഹചര്യത്തിൽ വിശദമായി പരിശോധിക്കേണ്ട കാര്യം തന്നെയാണ്. CJ റോയിയുടെ മരണത്തിന് പിന്നിലെ കാരണം എന്തൊക്കെയാണ്? അന്വേഷണ ഏജൻസികളുടെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നത് ആര് ചെയ്താലും, അത് ഏത് രാഷ്ട്രീയ പാർട്ടി ചെയ്താലും അതത്ര ഭൂഷണമല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം ഒരു രാജ്യത്ത് അന്വേഷണ ഏജൻസികൾ സ്വതന്ത്രമായി നിലപാടെടുക്കും. ചിലപ്പോൾ അവർ രാഷ്ട്രീയ പ്രേരിതമായി ഇതുവരെ രാജ്യത്തെ ഒരു അന്വേഷണ ഏജൻസിയും നിലപാടെടുത്തിട്ടില്ല എന്ന വാദമൊന്നും ഉയർത്തുന്നില്ല. പക്ഷേ ഏതെങ്കിലും ഒരു മരണം നടന്നാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെയോ മറ്റോ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയത്തിന്റെ പേരിൽ മാത്രം അതിനെ വിമർശിക്കുന്നതിനോട് യാതൊരു കാരണവശാലും യോജിക്കാൻ കഴിയില്ല. സൈബർ ഇടത്തിലടക്കം റോയിയുടെ മരണത്തെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് വളരെ പുച്ഛത്തോടു കൂടി തന്നെയാണ് നോക്കിക്കാണുന്നത്. അത്തരത്തിൽ രാജ്യത്തെ ഏജൻസികളെ, അന്വേഷണ ഏജൻസികളെ, അത് ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിക്കുമ്പോഴായാലും അവരെ അടച്ചാക്ഷേപിക്കുന്നത്, അവരെ മനോവീര്യം കെടുത്താൻ ശ്രമിക്കുന്ന ഭൂഷണമല്ല. ഒരു ജനാധിപത്യ രാജ്യത്ത് അത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഭരിക്കുന്ന പാർട്ടിയോട്, രാജ്യം ഭരിക്കുന്ന പാർട്ടിയോട് യോജിക്കാം വിയോജിക്കാം, അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യമാണ്. പക്ഷേ ആ വിയോജിപ്പിന്റെ മറവിൽ ആ ഏജൻസിയെ പൂർണ്ണമായും രാഷ്ട്രീയവൽക്കരിച്ച ഏതെങ്കിലും ഒരു സംഭവം ഏറ്റെടുത്തുകൊണ്ട് അതിനെ രാഷ്ട്രീയപരമായി കാണാൻ ശ്രമിച്ചാൽ അതിനെ അംഗീകരിച്ചു തരാനും വകവെച്ചു തരാൻ തൽക്കാലം നിർവാഹമില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. ആത്മഹത്യക്ക് പിന്നിലുള്ള കാരണം എന്താണ്? ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത് എന്തെല്ലാമാണ്? വിശദമായി പരിശോധിക്കാം. PS സൗവർണിക കൂടെയുണ്ട്, യുവമാധ്യമ പ്രവർത്തക. CJ റോയിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തിയിരിക്കുകയാണ്. ആ ആത്മഹത്യ 9 പേജുള്ള ഡയറി കുറിപ്പാണ് പുറത്ത് വന്നിരിക്കുന്നതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ഈ CJ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട സാമൂഹ്യ മാധ്യമങ്ങളടക്കം വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതായത് ഒന്നാമത്തെ കാര്യം, പല ആളുകളും പറയുന്നു ED ആണ് റെയ്ഡ് നടത്തിയെന്ന്. എന്നാൽ ED അല്ല റെയ്ഡ് നടത്തിയത്, ഇൻകം ടാക്സ് വിഭാഗം, അതായത് IT വിഭാഗമാണ് റെയ്ഡ് നടത്തുന്നത്. രാജ്യത്ത് ITക്ക് പ്രത്യേക കോടതികളില്ല എന്ന് ഈ വിമർശനം ഉന്നയിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം. ഈ സാമൂഹ്യ മാധ്യമങ്ങളിലെ ചില പേജുകളുണ്ട്, ഞാൻ ആളുകളുടെ പേരെടുത്തൊന്നും പറയില്ല. ഇവരെ വിചാരം സാമൂഹ്യ മാധ്യമമാണ്, അല്ലെങ്കിൽ ഈ Facebook ആണ് ഇവരുടെ ലോകമെന്നാണ്. അതിൽ നിന്ന് വരുമാനം കിട്ടുന്നതിന് വേണ്ടി ഇവരെന്തും പോസ്റ്റ് ചെയ്യും. ഒരു രാഷ്ട്രീയ സാക്ഷരതയില്ലാത്ത, രാഷ്ട്രീയത്തിന്റെ ABCD അറിയാത്ത, കേന്ദ്ര ഏജൻസികൾ എന്താണെന്ന് അറിയാത്ത ചില ആളുകൾ എവിടുന്നെങ്കിലും കിട്ടുന്ന പോസ്റ്റുകൾ കോപ്പി പേസ്റ്റ് ചെയ്ത ഇത് സാമൂഹ്യ മാധ്യമങ്ങളിലിട്ട് അവർ ഡോളർ ഉണ്ടാക്കിക്കോട്ടെ, അതിനൊന്നും നമ്മളെതിരല്ല. പക്ഷേ ഒരു വിവരം എന്ന് പറയുന്ന സാധനം തൊട്ട് തീണ്ടാത്ത ചില നികൃഷ്ട ജീവികൾ, ആ നികൃഷ്ട ജീവികൾ ഇത്തരത്തിലുള്ള മരണത്തെ അടക്കം കച്ചവടവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ്. രാജ്യത്തിന്റെ ഏജൻസികളെ, ആ ഏജൻസികൾ പൂർണ്ണമായും 100% സ്വതന്ത്രമാണെന്ന് ഞാൻ പറയില്ല. രാഷ്ട്രീയപരമായിട്ട് അവർക്ക് സമ്മർദ്ദമുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ യാഥാർത്ഥ്യം തന്നെയാണ്, അതൊരു മറച്ചു വെക്കും. പക്ഷേ ചേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. ഇത്തരത്തിൽ പറയുമ്പോൾ ഈ പറയുന്നത് പോലെ ഒരു മരണത്തെ പോലും രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. പക്ഷെ അത്തരത്തിലേക്ക് കൊണ്ട് കാര്യങ്ങളെ എത്തിച്ചതിന് ഈ പറയുന്നത് പോലെ ഭരണകർത്താക്കൾക്കും ഭരണകൂടത്തിനും ഒരു ഉത്തരവാദിത്തമില്ലേ? കാരണം നമ്മൾ ഈ പറയുന്ന പോലെ എതിർ രാഷ്ട്രീയക്കാരെ ED വിട്ട്, ഇപ്പൊ ഈ കേസിൽ ED ഇല്ല, ഓക്കെ, ED വിട്ട് ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ ED വിട്ട് ബുദ്ധിമുട്ടിക്കുകയും ചെയ്തിട്ടില്ലേ? രാഷ്ട്രീയത്തിൽ തങ്ങൾക്കെതിരായി നിൽക്കുന്ന രാഷ്ട്രീയക്കാരെ അവരുടെ അല്ലെങ്കിൽ ഭരണത്തിന്റെ, അവർ ഭരിക്കുന്നത് കൊണ്ട്, ഭരണത്തിന്റെ ആനുകൂല്യങ്ങൾ കൊണ്ട് ED അടക്കമുള്ള ഏജൻസികളെ വിട്ട് വേട്ടയാടിയതിന്റെ പേരിലല്ലേ ഇപ്പൊ ഇത്തരം കാര്യങ്ങൾ വരുമ്പോ ED പോലും സാധാരണക്കാർ സംശയിക്കുന്നത്? അതിന്റെ പിന്നാമ്പുറ കഥകളിലേക്ക് പോകുമ്പോൾ ഞാൻ പറയില്ല, കേന്ദ്രം ആര് ഭരിച്ചാലും ആ രാഷ്ട്രീയ പാർട്ടികൾ പലപ്പോഴും ഇത്തരത്തിൽ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെന്ന് യാഥാർത്ഥ്യമല്ല. പക്ഷെ അതുകൊണ്ട് തന്നെ ഈ ഏജൻസികൾ 100% അഴിമതിക്കാരാണ്, അല്ലെങ്കിൽ ഈ 100% ഇത് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ വേട്ടയാടൽ, അത് ഏത് പാർട്ടി ഭരിച്ചാലും വേട്ടയാടലാണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയില്ല. അല്ല, പൂർണ്ണമായി അത് കേന്ദ്ര സർക്കാരിന്റെ വേട്ടയാടലാണ് എന്നല്ല, പക്ഷെ അത്തരത്തിലൊരു നറേറ്റീവ് കൊണ്ടുവരാൻ കാരണമായത് കേന്ദ്ര സർക്കാർ ചില സമയങ്ങളിൽ എടുക്കുന്ന നിലപാടുകളായിരുന്നു. തീർച്ചയായും കേന്ദ്ര ആര് ഭരിക്കുന്ന സമയത്തും രാഷ്ട്രീയ പ്രേരിതമായ അന്വേഷണം നടന്നിട്ടില്ല എന്ന് പറയുന്നില്ല. പക്ഷേ എന്തും ഏതും നടന്നാലും, അപ്പൊ ഇപ്പൊ വേറൊരു വിഷയം എന്താ, രാജ്യത്തെ ഏത് അഴിമതിക്കാരനെയും ചോദ്യം ചെയ്താൽ അതെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയില്ല. കാരണം വൻകിട വ്യവസായികളുടെ അടക്കമുള്ള പല കേസുകളിലും, ഇൻകം ടാക്സ് റിട്ടേൺ അടക്കമുള്ള വിഷയങ്ങളിൽ നിരവധിയായ ആരോപണം വന്നിട്ട് പലർക്കും രാജ്യത്തെ പ്രധാന കുത്തക കമ്പനികളിലെ ഒരു ഉടമയ്ക്ക് കഴിഞ്ഞ ദിവസം ഫൈൻ അടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ ഇത് ഇൻകം ടാക്സിന്റെ സാധാരണ നിലപാടാണ്. ഇതൊന്നും അറിയാതെ ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ അഭിരമിക്കുന്ന ചില ആളുകളുണ്ട്. ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ മാത്രം വേട്ടയാടലാണ്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വേട്ടയാടലാണ്. അങ്ങനെ അത് കോൺഗ്രസ് ഭരിച്ചാലും ശരി, BJP ഭരിച്ചാലും ശരി. ഈ വിഷയവുമായി ബന്ധപ്പെട്ട CJ റോയിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട
സന്ദേശം സിനിമയിലെ ഒരു സീനുണ്ട്. അതായത് ഒരു ആൾ മരിച്ചു വീഴുമ്പോൾ ശങ്കരാടി ഒരു ഭാഗത്ത് ഒരു കാറിൽ പറന്നു വരുന്നു, മറുഭാഗത്ത് മാമുക്കോയ് വരികയാണ്. മാമുക്കോയ് INSP എന്ന് പറയുന്ന കോൺഗ്രസിനെ ആക്ഷേപിക്കുന്ന ഒരു കഥാപാത്രമാണ്, കോൺഗ്രസിനെ ഒരു കോമഡി കഥാപാത്രം. മറുഭാഗത്ത് INSP ഒരു കമ്മ്യൂണിസ്റ്റ് ആശയക്കാരനായ മറുഭാഗത്ത് ശങ്കരാടിയെ, കുമാരപിള്ള സാറിനെ ഒരു കമ്മ്യൂണിസ്റ്റ് ആശയക്കാരനായി ചിത്രീകരിക്കുന്നത് കേരളത്തിലെ 2 പ്രബല രാഷ്ട്രീയ പാർട്ടിയെ. അതിൽ ആ മരിച്ചു വീഴുന്ന ഡെഡ് ബോഡി, ഞങ്ങളുടെ ഡെഡ് ബോഡി ഞങ്ങൾക്ക് വിട്ടു തരിക എന്ന് മുദ്രാവാക്യം വിളിക്കുന്ന ഒരു സീനുണ്ട്. അതേപോലെ സന്ദേശ സിനിമയിൽ തെരുവിൽ മരിച്ചു വീണ ഒരാളുടെ മൃതദേഹം സ്വന്തമാക്കാൻ ആവേശത്തോടെ ശ്രമിക്കുന്ന ലോക്കൽ രാഷ്ട്രീയക്കാരുടെ ലെവലിൽ CPM അണികളാണ് ആദ്യം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ റോയുടെ ആത്മഹത്യയുമായി നിറങ്ങിയത്. പിന്നാലെ മോഡിയോ എതിർപ്പുള്ള ഇസ്ലാം ഫണ്ടമെന്റലിസ്റ്റുകളും ഇവരുടെ കൂടെ ഉണ്ടായി എന്നതൊരു യാഥാർത്ഥ്യമാണ്. എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞത് BJPക്ക് വഴങ്ങാത്തതിനാൽ EDയെ വിട്ട് വ്യവസായിയെ സമ്മർദ്ദത്തിലാക്കി ആത്മഹത്യയിലേക്ക് നയിച്ചതാണ്. തമാശ എന്താണെന്ന് വെച്ചാൽ അവിടെ പരിശോധന നടത്തിയത് ED ആണോ ഇൻകം ടാക്സ് ആണോ എന്നതൊന്നും പരിശോധിക്കാതെ ചത്തകത് കീചകരാണെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന ലൈനിലുള്ള പ്രതികരണങ്ങളാണ് വ്യാപകമായി വരുന്നത്. ഇതിൽ മുൻനിര CPM നേതാക്കളും ഉൾപ്പെട്ടിരുന്നു എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. സാധാരണ ഇത്തരം തറക്കളികളുമായി പോരാള ഷാജിമാരെ ഇറക്കി കുളം കലക്കി തങ്ങൾക്കതിൽ പങ്കൊന്നുമില്ലേ എന്ന ലൈനിൽ മാറി നിൽക്കാറാണ് ഔദ്യോഗിക CPM നേതൃത്വം ചെയ്യാറുള്ളതെങ്കിൽ ഈ വിഷയത്തിൽ പല മുൻനിര നേതാക്കളും നേരിട്ട പോരാളി ഷാജി ലെവലിലേക്ക് മാറി എന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അല്ല ചേട്ടാ, ഒരു മരണത്തെ പോലും ഈ പറയുന്ന പോലെ രാഷ്ട്രീയ പ്രേരിതമാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന രാഷ്ട്രീയ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി ഒരു മരണത്തെ പോലും ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അതിപ്പോ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നൊക്കെ ആവുമ്പോൾ നമ്മൾ അത്രത്തോളം രാഷ്ട്രീയമായി അധപ്പതിച്ചു എന്ന് വേണം പറയുന്നത്. തീർച്ചയായും അത് ഏത് പാർട്ടി ചെയ്താലും രാഷ്ട്രീയ സംസ്കാരമില്ലാത്ത, ഞാൻ പറഞ്ഞില്ലേ, സാമൂഹ്യ മാധ്യമങ്ങളുടെ വരവ് കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്തെ മൂല്യച്യുതിക്ക് വഴിവെച്ചിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അത് 2 രീതിയിലാണ്. നമ്മൾ എപ്പോഴും പറയുമല്ലോ, സോഷ്യൽ മീഡിയ നമുക്ക് പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് ഉപയോഗിക്കാം, പക്ഷേ രാഷ്ട്രീയമായിട്ട് എടുക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ടാണ് ഉപയോഗിക്കുന്നത്. കാരണം രാഷ്ട്രീയ സംസ്കാരമില്ലാത്ത നമുക്ക് എതിർ രാഷ്ട്രീയക്കാരനോട് രാഷ്ട്രീയപരമായുള്ള വിദ്വേഷം ഉണ്ടാകും. അതായത് ആശയ തമ്മിലുള്ള പോരാട്ടം, പ്രതിപക്ഷ ബഹുമാനമില്ലാത്ത സാമൂഹ്യ മാധ്യമങ്ങളിൽ രാഷ്ട്രീയ നേതാക്കന്മാരെ, അത് കോൺഗ്രസ് ആയാലും ശരി, CPM ആയാലും ശരി, BJP ആയാലും ശരി, മുസ്ലിം ലീഗ് ആയാലും ശരി, കേരള കോൺഗ്രസ്, നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ തമ്മിൽ ഒരു പ്രതിപക്ഷ ബഹുമാനമുണ്ട്. അതായത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം. പ്രതിപക്ഷ ബഹുമാനമില്ലാതെ തമ്മിൽ തെറി വിളിക്കുന്ന രാഷ്ട്രീയ സംസ്കാരത്തിന്റെ അധപ്പതനത്തിലേക്ക് കേരളം മാറിയിട്ടുണ്ടെങ്കിൽ അതിൽ ഉത്തരവാദി ഒരു രാഷ്ട്രീയം എന്തെന്നറിയാത്ത, രാഷ്ട്രീയത്തിന്റെ ബാലപാഠം എന്തെന്നറിയാത്ത, സാമൂഹ്യ മാധ്യമങ്ങളിൽ വിഹരിക്കുന്ന ചില ആളുകൾ തന്നെയാണ്. കേരളത്തിന്റെ തെരുവുകളിൽ അത്തരത്തിൽ നമുക്കത് ഇപ്പോഴും കാണാൻ കഴിയില്ല. കാരണം ഇതിന്റെ ഏറ്റവും വലിയൊരു വിരോധാഭാസം, ക്യാമ്പസുകളിൽ KSUവിന്റെയും SFIയുടെയും ABVPയുടെയും എല്ലാം കൊടിപിടിച്ച് ISFന്റെയും എല്ലാം കൊടിപിടിച്ചു കടന്നു വരുന്ന ആളുകൾ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം സാമൂഹ്യ മാധ്യമങ്ങൾ ഇത്രത്തോളം ഒരു എതിർ രാഷ്ട്രീയ പാർട്ടികളെ അപമാനിക്കാനും അവഹേളിക്കാനും നിൽക്കാറില്ല. രാഷ്ട്രീയത്തിന്റെ ബാലപാഠം അറിയാത്ത ഞാനൊരു ഉദാഹരണം പറയാം. പ്രതിപക്ഷ നേതാവ് BD സതീശനോട് വ്യക്തിവിരോധമുള്ള ചില ആളുകൾ ഉണ്ടാവും. മുഖ്യമന്ത്രി പിണറായി വിജയനോട് വ്യക്തിപരമായ വിരോധമുള്ള ആളുകളുണ്ടാവും. ഇവരാണ് കോൺഗ്രസുകാരായും കമ്മ്യൂണിസ്റ്റുകാരായും BJPക്കാരായുമല്ല സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത് ഉപയോഗിക്കുന്നത്. ഇവരാണ് പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ലെന്ന് മാത്രമല്ല, പാർട്ടിയുടെ ആശയവും ആദർശവും അറിയാത്ത ഇത്തരത്തിലുള്ള ക്രിമിനലുകൾ, സൈബർ ക്രിമിനലുകളാണ് ഈ വെർബൽ റേപ്പിങ്ങിന് നേതൃത്വം, ആ വാക്കിന് ഉപയോഗിക്കുന്നത്, വെർബൽ റേപ്പിങ്ങിന് ഈ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിലെ കോൺഗ്രസ് ജയിപ്പിച്ച ഒരു യുവ MLAക്കെതിരെ ഒരു ആരോപണം, കാരണം കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും അറപ്പുളവാക്കുന്ന ഒരു ആരോപണം വരുന്നപ്പോൾ ആ MLAക്കെതിരെ ശക്തമായ നിലപാടെടുത്തതിന്റെ പേരിൽ PT തോമസിന്റെ പ്രിയപ്പെട്ട പത്നി ഉമാ തോമസിനെ വെർബൽ റേപ്പിങ്ങിന് ഇരയാക്കിയവരാണ് ഈ സാമൂഹ്യ മാധ്യമങ്ങളിലെ നികൃഷ്ടജീവികൾ. തങ്ങളുടെ ജീവിതം കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ച ഷാനിമോൾ ഉസ്മാനെ പോലെ, ബിന്ദു കൃഷ്ണ പോലെയുള്ള വനിതാ നേതാക്കന്മാരെ വെർബൽ റേപ്പ് ചെയ്യാൻ സ്വന്തം പാർട്ടിയിലെ രാഷ്ട്രീയ സാക്ഷരതയില്ലാത്ത നികൃഷ്ടജീവികൾ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിച്ചു. അത് മാത്രമല്ല, കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ്, ചത്തുകിടന്ന കോൺഗ്രസിനെ ഉയർത്തിക്കൊണ്ടുവന്ന BD സതീശനെ സാമൂഹ്യ മാധ്യമങ്ങൾ അപമാനിച്ചവരാണ് ഈ സൈബർ ക്രിമിനലുകൾ. രാജ്മോഹൻ ഉണ്ണിത്താൻ MP അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ നാവായി കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ പവർ ഹൗസ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന K മുരളീധരൻ എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവിനെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചവരാണ് ഈ സൈബർ ക്രിമിനലുകൾ. ചേട്ടാ, ഒരുപാട് മാറി. ആശയങ്ങൾ കൊണ്ടുള്ള പോരാട്ടങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും നമ്മൾ എപ്പോഴും പറയും. പ്രത്യേകിച്ച് കോൺഗ്രസിനെ എടുക്കുമ്പോൾ ഒരു ജനാധിപത്യ പാർട്ടിയാണ്, നമുക്ക് അഭിപ്രായങ്ങൾ ആ പാർട്ടിക്കുള്ളിൽ പറയാം, അവിടെ ഏകാധിപത്യം ഇല്ല എന്ന് പറയുന്നിടത്ത് പാർട്ടി കമ്മിറ്റികളിൽ സംസാരിക്കാത്തവർ പറയുന്നത് ഈ പാർട്ടിക്കകത്തുള്ളത്, ഏത് പാർട്ടിയിലായാലും പറയുന്നത് സോഷ്യൽ മീഡിയയിലൂടെ. തീർച്ചയായും ഈ പാർട്ടി കമ്മിറ്റികളൊന്നും ഇവർ പോകാറില്ല. ഇവരെ പാർട്ടി കമ്മിറ്റി ഇടയായാലും തടിപ്പിക്കാറില്ല. ഇവർക്ക് ഗ്രൗണ്ടിൽ പോസ്റ്റർ ഒട്ടിച്ചോ അല്ലെങ്കിൽ രാഷ്ട്രീയ എതിരാളികളോട് നേർക്ക് നേർന്ന് മുദ്രാവാക്യം വിളിച്ചോ, ക്യാമ്പസുകളിൽ കൊടി പിടിച്ചോ, അതായത് യൂത്ത് കോൺഗ്രസിന്റെയും DYFIയുടെയോ യുവമോർച്ചയുടെയോ AYFന്റെയോ കൊടി പിടിച്ചുള്ള പാരമ്പര്യമോ പോസ്റ്റർ ഒട്ടിച്ചുള്ള പാരമ്പര്യം ഇവർക്കില്ല.
ഇവർക്ക് AC റൂമിലിരുന്ന 399 രൂപയ്ക്ക് നെറ്റ് റീചാർജ് ചെയ്ത് സാമൂഹ്യ മാധ്യമങ്ങൾ അത്തരത്തിലുള്ള സൈബർ ക്രിമിനലുകളെ ഇനിയെങ്കിലും നിലയ്ക്ക് നിർത്തണം. ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നിമാറുകയാണ്. അതോടൊപ്പം തന്നെ ഈ റോയിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട മരണത്തിന്റെ മുന്നോടിയായി 9 പേജ് വരുന്ന കുറിപ്പ് റോയ് തയ്യാറാക്കിയതായി കുടുംബാംഗങ്ങൾ പങ്കുവെക്കുകയാണ്. അതിൽ കുടുംബാംഗങ്ങളോട് ക്ഷമ ചോദിക്കുന്നതോടൊപ്പം വിദേശ സംരംഭങ്ങളിൽ നിന്നുണ്ടായ അപ്രതീക്ഷിതമായി തിരിച്ചടി നേരിട്ടെന്നും താനൊരു എക്സ്ട്രീം സ്റ്റെപ്പ് എടുക്കുന്നതായി പറയുന്നുണ്ട്. ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ടു മുമ്പായി സഹോദരൻ അയച്ച സന്ദേശത്തിൽ ബിഗ് ട്രബിൾ എന്ന 2 വാക്ക് മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും മരണം നടന്ന ദിവസം തന്നെ പുറത്തു വന്നിരുന്നു. പണം നൽകാനുള്ളവരുടെ വിവരങ്ങളും കൂടെയുള്ള നിക്ഷേപകരെ സംരക്ഷിക്കണമെന്ന സന്ദേശവും കമ്പനിയെ ആര് എങ്ങനെ മുന്നോട്ട് നയിക്കണമെന്ന നിർദ്ദേശങ്ങളും ഡയറി കുറിപ്പിൽ ഉണ്ടെന്നാണ് വാർത്തകൾ. മരണം സംഭവിച്ച ഉടനെ ഇൻകം ടാക്സ് വകുപ്പിനെതിരെ പ്രതികരിച്ച കുടുംബം ഫെബ്രുവരി 2 കൊച്ചിയിൽ ഒരു പത്രസമ്മേളനം വിളിച്ചിരുന്നു. എന്നാൽ ഡയറി ലഭ്യമായതോടെ ആ പത്രസമ്മേളനം ഇപ്പോൾ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. അതിനിടയിൽ സ്ലോവാക്യ എന്ന രാജ്യത്തിന്റെ ഡിപ്ലോമാറ്റിക് സംരക്ഷണം ലഭിക്കാൻ റോയ് ശ്രമം നടത്തിയിരുന്നെന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ആത്മഹത്യാ കുറിപ്പ് കൂടി പുറത്തു വരുമ്പോൾ വൈകാരിക പ്രതികരണം കൊണ്ടല്ല, ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കാൻ ഇനിയെങ്കിലും സൈബർ ഇടങ്ങളിൽ ഇത്തരത്തിൽ വെർബൽ റേപ്പ് നടത്തുന്ന ക്രിമിനലുകൾ ശ്രമിക്കണമെന്ന് മാത്രമാണ് പറഞ്ഞു വെക്കാനുള്ളത്.